ആത്മഹത്യയിലേക്ക് വരെ അവരെ പ്രേരിപ്പിക്കാനത് കാരണം. പിന്നെ ഭീകരമായൊരു അനുഭവമാണ്. ഇന്നലെ എൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ സംസാരത്തിൽ ചോദിച്ചു, എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയി പോയി. ഇത് കാണുന്ന പേരൻസിനോട് സാറിന് എന്താണ് പറയാനുള്ളത്? പിന്നെ ഈ പ്രണയത്തിൽ തേച്ചിട്ട് പോയ കുട്ടികളെ അനുഭവം എന്തെങ്കിലും സാറിനുണ്ടോ? ഭീകരമായൊരു അനുഭവമാണ് എൻ്റെ ലൈഫിൽ. എൻ്റെ കൗൺസിലിംഗ് എക്സ്പീരിയൻസിൽ എനിക്ക് വളരെ ഭീകരമായി തോന്നിയിട്ടൊരു അനുഭവമാണ് ഈ തേച്ചിട്ട് പോകുന്നൊരു അനുഭവം. കാരണം ഈ തേപ്പ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സംഭവമാണ്. കാരണം കാമുകൻ കാമുകിയെ പ്രണയിക്കുന്നു, കാമുകൻ കാമുകിയെ പ്രണയിക്കുന്നു, കാമുകി കാമുകനെ പ്രണയിക്കുന്നു. അവന് വേണ്ടതെല്ലാം കാമുകിയിൽ നിന്ന് അവൻ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. അല്ലെങ്കിൽ കാമുകൻ്റെ നിന്ന് വേണ്ടതെല്ലാം കാമുകി എടുക്കുന്നു, അല്ലെ, പ്രണയിക്കുന്നവരെന്ന് എടുക്കുന്നു. അപ്പം ഇതിൽ ഒരാൾക്ക് ഭയങ്കര ട്രസ്റ്റ് ആയിരിക്കും അപ്പുറത്തുള്ള ഒരാളെ. പക്ഷെ ഒരു സുപ്രഭാതത്തിലാണ് എല്ലാം നേടിക്കഴിഞ്ഞിട്ട് എനിക്ക് നിന്നെ വേണ്ട, അല്ലെങ്കിൽ ഞാൻ പോവാണ് എന്നൊരു മെസ്സേജ് പോകുന്നത്. ഈ സമയത്ത് പിന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണുകളുടെ ചേഞ്ചസ് എന്ന് പറയുന്നത് അതിദാരുണമാണ്. എനിക്ക് പല കുട്ടികളറിയാം, വർഷങ്ങൾ അതിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് പണിപ്പെട്ട പലരെയും അറിയാം. ഞാൻ പലപ്പോഴും കുട്ടികൾക്ക് പറയാറുണ്ട്, പ്രണയിക്കാൻ പോകാതിരിക്കലാണ് ഒരർത്ഥത്തിൽ നല്ലത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ തേപ്പ് കിട്ടിക്കഴിഞ്ഞ പിന്നെ റിക്കവറി ആവാനുള്ള ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയമല്ല. അവരുടെ പഠനത്തെ അത് ബാധിക്കും, അവരുടെ ജീവിതത്തെ അത് ബാധിക്കും. ചിലപ്പോൾ അതൊരു ആത്മഹത്യയിലേക്ക് വരെ അവരെ പ്രേരിപ്പിക്കാനത് കാരണം. പിന്നെ ആ ചിന്ത മാത്രമായിരിക്കും എവിടെ പോയാലും. അവളുമായി നടന്ന സ്ഥലം, അവളെ കേട്ട സ്ഥലം, അവളെ കൊണ്ട് നടന്ന സ്ഥലം. അതുകൊണ്ട് ഇന്നലെ എൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ സംസാരത്തിൽ ചോദിച്ചു, എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു, അത് ബ്രേക്കപ്പ് ആയി പോയി, 1 കൊല്ലം എടുത്തു ഒന്ന് റിക്കവറായി വരാൻ. പുതിയൊരു ആളെ കണ്ടിട്ടുണ്ട്, ഞാൻ പ്രണയിച്ചോട്ടെ, എന്താണ് ഇക്കാടെ അഭിപ്രായം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, 1 വർഷം എടുത്തില്ലേ നീ റിക്കവർ ആവാൻ വേണ്ടിയിട്ട്? ആ റിക്കവർ ആവാൻ എടുത്ത സമയത്തെ നീ എങ്ങനെ കാണുന്നു? അതൊരു 100 കൊല്ലത്തെ പവർ ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് റിക്കവറായി എടുക്കാൻ ആ ഓർമ്മകൾ, തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആ ഓർമ്മകൾ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തിയെന്നാണ് പറയുന്നത്. ഇത്രയും സമ്മർദ്ദത്തിലാക്കിയെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, തിരിച്ചിനി നീ പ്രണയിക്കാൻ പോവാണ്, ഒരനുഭവം നിനക്ക് കിട്ടി, രണ്ടാമത്തെ ഒരു അനുഭവത്തിലേക്ക് പോയിട്ട് ഇനി അവളും തേച്ചിട്ട് പോയാൽ നിനക്കതിനെ റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും ആ സമയം. ഒന്ന് കടന്നു കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. കാരണം അത്രയും വിശ്വാസത്തിലാണ് എന്ത് ചെയ്യുന്നത്, പ്രണയിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ഒന്ന് കിട്ടുമെന്ന് കരുതിയിട്ടല്ല പലരും അതിലേക്ക് പോകുന്നത്. അതിലേതെങ്കിലും ഒരാൾ ഭയങ്കര ജെന്യുവൻ ആയിരിക്കും. ആ വ്യക്തിക്ക് അതിൽ നിന്ന് കയറുക എന്ന് പറഞ്ഞാൽ വളരെ അസാധ്യമായിരിക്കും, വലിയ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും എൻ്റെ കൂട്ടുകാരോട്, കൗൺസിലിങ്ങിന് വരുന്നവരോട് പറയാറുണ്ട്, നല്ലൊരു വൈവാഹിക ബന്ധത്തിലേക്ക് പോവുക, വീടറിഞ്ഞ് നാടറിഞ്ഞ് സന്തോഷത്തോടു കൂടി. അല്ലാതെ ഇത്തരത്തിലേക്കുള്ള ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കലാണ് നിങ്ങളുടെ പഠനത്തിനും നിങ്ങളുടെ ഭാവിക്കും നിങ്ങളുടെ ജീവിതത്തിനും ഏറ്റവും നല്ലത്. കാരണം ഒരുപക്ഷെ അവക്ക് വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ പഠിക്കുന്നത്, അവക്ക് വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ പലതും ചെയ്യുന്നത്. ഒരു സുപ്രഭാതത്തിൽ അവൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗോൾ സെറ്റുകൾ മാറി. പിന്നെ വിഷാദത്തിന് അടിമയായിട്ട് കിട്ടുന്ന ചിലപ്പം ലഹരിക്ക് പകരം അതിൽ നിന്ന് ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടി പല കുട്ടികളും ലഹരിക്ക് അടിമപ്പെടുന്നതിൻ്റെ ചില കാരണങ്ങളായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇതിൽ നിന്നൊന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് ചിലർ ചില സുഹൃത്തുക്കളുടെ ഉപദേശത്തിലേക്ക് പോകാറുണ്ട്, കൗൺസിലിങ്ങിലേക്ക് പോകാറുണ്ട്. ഈ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഒരുത്തം കൊണ്ടുപോയി എന്തെങ്കിലും ഒരു ലഹരി വസ്തു കൊണ്ട് കൊടുക്കുന്നത്. ആ സമയത്ത് അതിന് അടിമപ്പെട്ടു പോകുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം, സ്വന്തം ജീവിതത്തെ, സ്വന്തം ലൈഫിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി കാണുക. നമ്മളെ പ്രണയിക്കുക, സ്വന്തത്തെ പ്രണയിക്കുക. നമ്മളാണ് ഏറ്റവും വലുത് എന്ന ഒരു സെൽഫ് റെസ്പെക്റ്റും ആ സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ലൈഫായിരിക്കും. ആർക്കും തേച്ചിട്ട് പോകാൻ പറ്റത്തില്ല. നമ്മളെ സ്നേഹിച്ചാൽ, നമ്മൾ സ്നേഹിച്ചാൽ നമ്മളെ ആർക്കാ തേച്ചിട്ട് പോകാൻ പറ്റുക? ആ കരുത്താണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ഏറ്റവും നല്ല പ്രണയം എന്ന് പറയുന്നത് സ്വന്തത്തിലുള്ള പ്രണയമാണ്. ആ പ്രണയം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും എൻ്റെ കൂട്ടുകാരോടും എൻ്റെ സ്റ്റുഡൻസിനോടും പറഞ്ഞു കൊടുക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഈ പ്രണയത്തിൽ തേച്ചിട്ട് പോയാൽ അവരുടെ പഠനത്തിലും കരിയറിലും അത് ഇമ്പാക്ട് ചെയ്യുമോ? ഉറപ്പല്ലേ. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അതായത് ഭയങ്കരമായിട്ട് അത് സ്വാധീനിക്കും. കാരണം ഈ പ്രണയിക്കുന്ന വിഷയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പോൾ നമ്മൾ പ്രണയിക്കുന്ന വ്യക്തി പറയുന്നത് കേട്ടിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ കരിയർ പോലും നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഞാൻ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചു. അവന് ഇഷ്ടപ്പെട്ട ഫീൽഡേ അല്ല
അവൻ തിരഞ്ഞെടുത്തത് അവൻ്റെ കരിയറിൽ. കാരണം അവനെ സ്നേഹിച്ച പെൺകുട്ടി ആ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയി എന്നതുകൊണ്ട് അവൾ പറഞ്ഞതിൻ്റെ പേരിലാണ് അവൻ ആ കോഴ്സ് എടുത്തത്. പക്ഷേ അവൾ എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ കോഴ്സ് നിർത്തിയിട്ട് പോയി. അപ്പോൾ അവന് ഇഷ്ടമില്ലാത്തൊരു ഫീൽഡിൽ അവൻ ഒറ്റപ്പെട്ടു പോയി. എന്നാലോചിച്ച് നോക്കിയേ, അവൻ്റെ ഫീൽഡ് അതല്ലായിരുന്നു. പക്ഷേ കാമുകി പറഞ്ഞതിൻ്റെ പേരിൽ അവൻ പഠിക്കാൻ പോയി, കരിയർ പോയില്ലേ, അവൻ്റെ സ്വപ്നങ്ങൾ അവിടെ അടഞ്ഞില്ലേ. അപ്പം കരിയർ സെറ്റ് ചെയ്യുന്നത് അവൾക്ക് വേണ്ടി. കാരണം ജീവിതം സെറ്റ് ചെയ്യാണ്. അവർ പറഞ്ഞു കൊടുത്തതുപോലെ ഇന്നത് പഠിച്ചാൽ ഇന്ന വർഷം ഇന്നതായി മാറാം, അപ്പോൾ ഇന്ന വർഷം നമുക്ക് വിവാഹം കഴിക്കാം. ഈ പ്ലാനിങ്ങിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അവളങ്ങ് പോയി കഴിയാൻ നേരത്ത് ഈ പ്ലാൻ മാത്രം ഫ്രണ്ടിലുണ്ടാവും, അവളില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു എന്താ പറയുക, നമ്മളൊരു വള്ളത്തിൽ കയറി തുഴയാനായിട്ട് തുഴച്ചിൽക്കാരൻ്റെ കയ്യിൽ വേണ്ട ആയുധങ്ങളില്ലെങ്കിൽ ആ വള്ളം മുന്നോട്ട് തുഴയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതുപോലെ ഇന്ധനം തീർന്നു പോയി. അത് ചിലപ്പോൾ നടുക്കായലിൽ വെച്ച് നിന്ന് പോകാം. അത് വലിയൊരു ക്രൈസിസിലേക്കാണ് വിദ്യാർത്ഥികളെ തള്ളിയിടുക. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ സെൽഫായിട്ട് നമ്മൾ പ്രണയിക്കാൻ പഠിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ കരിയറിനെ മാത്രം എന്ത് ചെയ്യും, ഫോക്കസ് ചെയ്യും. നമുക്ക് ഇഷ്ടപ്പെട്ടതിന് നമ്മൾ ഫോക്കസ് ചെയ്യും, അതിൽ നമ്മൾ ടോപ്പ് ആകാൻ ആഗ്രഹിക്കും. അപ്പോൾ അത് നമുക്ക് ഭയങ്കര അപ്ഡേഷൻ നമ്മുടെ ലൈഫിൽ തരും. ഞാൻ കണ്ടിട്ടുള്ള കൗൺസിലിങ്ങിലൊക്കെ ഈ പ്രേമ നൈരാശ്യം വന്ന കുട്ടികളൊക്കെ പലപ്പോഴും അവരുടെ കരിയറിൽ വളരെ പിന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും അവരുടെ സ്നേഹത്തോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കേണ്ട ശൈലിയിൽ അത് ബോധിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ നമുക്കൊരു പരിധിയുണ്ട്, എല്ലാവരോടും ഒരു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനൊരു പരിധിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പറഞ്ഞു കൊടുക്കേണ്ടിടത്തോളം പറയേണ്ട രീതിയിൽ നമ്മൾ ആ കാര്യങ്ങൾ ബോധിപ്പിച്ചു കൊടുക്കുക. ഇത് കാണുന്ന പേരൻസിനോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ പറയാനുള്ളത്, നമ്മുടെ മക്കളെ നമ്മൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളാക്കണം. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആണ് ആദ്യമായിട്ടൊരു പ്രണയലേഖനം കിട്ടുന്നത്. ഇന്നത്തെ പോലെ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഇല്ലാതിരുന്നൊരു കാലം. അപ്പം ഞാൻ 6ൽ പഠിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ എൻ്റെ കയ്യിലൊരു ലവ് ലെറ്റർ കൊണ്ട് തന്നു. അപ്പോൾ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരിയുടെ പ്രണയാഭ്യർത്ഥനയാണ്. ഞാനിത് ആദ്യമായിട്ട് കൊണ്ടു കൊടുത്തത് എൻ്റെ ഉമ്മയുടെ കയ്യിലാണ്. ഉമ്മ ആണ് ആ കത്തിന് പകരമുള്ള മറുപടി എഴുതി തരുന്നത്. നമ്മുടെ മാതാപിതാക്കൾ എന്തായാലും നമ്മളൊരു മോശപ്പെട്ട സാഹചര്യത്തിലേക്ക് പോകാൻ അവരൊരിക്കലും ആഗ്രഹിക്കത്തില്ല. അപ്പോൾ കൃത്യമായ രൂപത്തിലുള്ളൊരു മറുപടി എനിക്കൊന്ന് എഴുതി തന്നു. ഞാൻ അതാണ് ആ കുട്ടിക്ക് കൊണ്ട് കൊടുത്തത്. സ്വാഭാവികമായിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുകയും അവരെ നമ്മൾ മനസ്സിലാക്കുകയും അവരെ നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെല്ലാം വീട്ടിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവത്തിലേക്ക് പോകുന്ന അവസ്ഥയെ തൊട്ട് നമുക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. നിങ്ങൾ അവരുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാവുക. അവരോട് എല്ലാം ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ബന്ധം സ്ഥാപിക്കുക. ശത്രുക്കളല്ല, നിങ്ങളാണ് അവരുടെ ഏറ്റവും വലിയ മിത്രങ്ങളെന്ന ഒരു വലിയ മെസ്സേജ് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഇത്തരത്തിലുള്ള ട്രാപ്പുകളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. InLight India, the right support for every student.